ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ് വിത്ത് ശ്രീ. നമ്മൾ എത്രയൊക്കെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴായിക്കോട്ടെ, എന്നാൽ പോലും മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നു പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇപ്പം പലരും പറയും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ, പക്ഷെ മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ചിലർക്കുള്ളൊരു പ്രോബ്ലമാണ്, എന്ത് ചെയ്തിട്ടും ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം എത്ര ഒരുങ്ങി പോയിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ആർക്കും വലിയ മൈൻഡൊന്നുമില്ല. അങ്ങനെ പലർക്കും പരാതിയുണ്ട്. അപ്പം എന്തായിരിക്കും ഇതിന് കാരണം? എന്നാലേ നമുക്ക് ആ കാരണം അറിഞ്ഞാലേ നമുക്ക് അവരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ മാറിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ആ കാരണങ്ങളെന്നും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മറ്റുള്ളവരെ കൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുക, അതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇരുന്നൊരു ബെല്ലൈക്കണില്ലേ, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, ഈസിയായിട്ട് കാണാൻ പറ്റും. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക, അത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്തെ കാര്യമാണ് നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. മീൻസ് നമുക്ക് ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡിക്ക് ഫിറ്റ് ആവാണ്ട് കുറച്ച് ലൂസുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ഫിറ്റിനുള്ള ഡ്രസ്സ് എടുക്കുക. ഇപ്പോൾ ലൂസൊക്കെ ഫാഷനാണ്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കത് സ്യൂട്ടബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര സീക്വൻസും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ കുറേയൊക്കെ അത് ഔട്ടാണ്. അപ്പോൾ ഓരോ ഫംഗ്ഷൻ്റെ ഒരു രീതി നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത്, അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കുറേ മുല്ലപ്പൊക്കെ വെച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വലിയ രസം ഉണ്ടാവില്ല. അപ്പം അതനുസരിച്ചുള്ള ആ ഒരു മേക്കപ്പ് എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഡ്രസ്സും ഓരോ ഫംഗ്ഷൻ്റെ സ്റ്റൈൽ അനുസരിച്ച് വേണം നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ എന്താ പറയുക, നമുക്ക് നല്ല അടിപൊളിയായിട്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് മാത്രം അടിപൊളിയായിട്ട് സെലക്ട് ചെയ്താൽ പോരാ, നമ്മുടെ ഇടുന്ന ചെരുപ്പും കൂടെ വേണം. ഇപ്പം നല്ല സൂപ്പറായിട്ട് ഡ്രസ്സൊക്കെ എടുത്തു, പക്ഷേ ചെരുപ്പ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും പഴയ ചെരുപ്പായിരിക്കും, ഇപ്പം അല്ലെങ്കിൽ അതിന് സ്യൂട്ടാവാത്ത ചെരുപ്പായിരിക്കും. അതൊക്കെ മാറ്റുക. നമുക്ക് കുറേ ചെരുപ്പ് വാങ്ങിക്കണം എന്നല്ല പറയണത്, എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് സെപ്പറേറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളത് ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. അല്ലാത്തപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചെരുപ്പിടാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ കാലൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. ഇപ്പം നമ്മൾ മുഖം മാത്രം മിനുക്കി നടന്നിട്ട് കാര്യമില്ല. അതനുസരിച്ച് നമ്മുടെ കാല് കൈ അതൊക്കെ നമ്മൾ എപ്പോഴും നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കണം. ഇപ്പം പകുതി പൊളിഞ്ഞ നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇപ്പം നഖത്തിനുള്ളിൽ ചെളി കയറിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര അഭംഗിയാണ്. നമ്മൾ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യും, പക്ഷെ അതെന്തിനായിരിക്കും, ഇതെന്താന്നുള്ള രീതിയിലാണ് അവർ നമ്മളെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളെ കാൽപ്പാതാണെങ്കിൽ അതൊക്കെ നല്ലോണം തേച്ച് വരച്ച് നല്ല വൃത്തിയാക്കി, അതുപോലെ തന്നെ നഖമൊക്കെ നല്ല ബ്രഷ് അടിച്ച് വൃത്തിയാക്കിയിട്ട് നല്ലൊരു നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇടന്നാൽ സൂപ്പറായിരിക്കും. അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫേസ് മാത്രമേ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ കൈയും കാലമൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പം നമ്മളതൊക്കെ നല്ല വൃത്തിയിലും നീറ്റാക്കിയിട്ടും കൊണ്ടു നടന്നാൽ അപ്പോൾ അവർ കൊള്ളാം എന്ന രീതിയിൽ അഭിപ്രായം വരും. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന രീതിയിൽ എന്താ പറയുക, ആ സമയത്താണെങ്കിൽ കുറച്ച് നമ്മൾ ചിലവളാന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും അപ്പോൾ കുറച്ച് നീറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറേ ആൾക്കാർ കൂടുന്ന സ്ഥലമല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സംസാര രീതിയിലൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്യുക. മീൻസ് ഒന്നും മിണ്ടാണ്ടിരിക്കുക എന്നല്ല, ഇങ്ങനെ ഒച്ചയുള്ള സംസാരം, അതുപോലെ തന്നെ ഭയങ്കര ഒച്ചയുള്ള ചിരി അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു ഇല്ലെങ്കിലും നമ്മളൊരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം തന്നെ നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കും. ഇപ്പം മറ്റുള്ളവരെ കേൾക്കാനും അതുപോലെ തന്നെ കാണാനും വേണ്ടിയിട്ട് നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ചിലരെ കണ്ടിട്ടില്ലേ, നമുക്ക് മനസ്സിലാവും അവർ നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നത്. ആ ഒരു ഇത് ഒഴിവാക്കണം എപ്പോഴും. നമ്മൾ എന്താ പറയുക, നമ്മളായിട്ട് തന്നെ ഇരിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ചില ആൾക്കാരുണ്ട്, ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും നമുക്കൊരു വായും അതുപോലെ തന്നെ 2 ചെവിയല്ലേ ഉള്ളത്. അപ്പം നമ്മൾ കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും അത്ര നടക്കുന്ന കാര്യമല്ല. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അവരെയും കൂടെ കൺസിഡർ ചെയ്യുക. അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മൾ ശ്രദ്ധിക്കാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ്. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നമ്മൾ മേക്കപ്പിലേക്കും ഡ്രസ്സിങ്ങിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടി. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത്
ഇപ്പം നമ്മൾ വിചാരിക്കും ഓ ഈ ചില ആൾക്കാരുണ്ട് കേട്ടോ, ഈ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഈ ആ പെണ്ണിൻ്റെ തല കണ്ടില്ലേ അല്ലെങ്കിൽ അവരുടെ തല കണ്ടില്ലേ എന്തോ വൃത്തിയില്ലാത്ത പോലെ എന്നൊക്കെ പറയും. ചിലർക്ക് അങ്ങനെയാണ്. പണ്ടുള്ള ആൾക്കാർക്ക് ഈ ഷാമ്പു ഇടുന്നത് വലിയ പിടിക്കില്ല. പക്ഷേ നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചിട്ടൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രസം ഉണ്ടാവില്ല. നമ്മുടെ മുഖത്തിൻ്റെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി വരണമെങ്കിൽ മുടിയൊക്കെ അത്യാവശ്യം പാർപ്പിച്ചിടണം. അത് ഇപ്പം ചറപറാന്ന് പാർപ്പിച്ചിടണം എന്നല്ല പറയണത്. ഷാമ്പു ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് കണ്ടീഷനൊക്കെ ഇട്ടിട്ട് ഒതുക്കി വെച്ച് ഹെയർ സ്റ്റൈൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നിറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് മുടി ഇങ്ങനെ പൊട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ മേക്കപ്പിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെ മുടീൻ്റെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ചേരുന്ന രീതിയിൽ മുടി കെട്ടുക, അതുപോലെ തന്നെ മുടി എപ്പോഴും നല്ല ഒതുക്കി വൃത്തിയാക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എവിടെയും പോകുന്നതിന് മുൻപ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കുളിക്കലാണ്. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഒരു ദിവസം എവിടെയെങ്കിലൊക്കെ പോയി വന്നു കംപ്ലീറ്റ് വേർപ്പായിട്ട് പിറ്റേ ദിവസം ചിലരുണ്ട് കുളിക്കാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ വേർപ്പൊക്കെ മണക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുൻപ് എപ്പോഴും ഫ്രഷ് ആയിട്ട് വേണം പോകാൻ. അപ്പം തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനൊരു ഫ്രഷ്നെസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പുറമേ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ലുക്ക് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും എവിടെയും പോകുന്നതിന് മുൻപ് കുളിച്ച് നീറ്റായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രസ്സ് എപ്പോഴും നന്നായിട്ട് തേക്കണം. മടി പിടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പോകാൻ നേരത്ത് എന്തെങ്കിലും എടുത്തിട്ട് ഓടുന്നൊരു സ്വഭാവമുണ്ട്. അത് മാറ്റിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എപ്പോഴും തേച്ച് വെക്കുക. തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസം പോകുന്ന ഡ്രസ്സൊക്കെ എടുത്തു വെക്കുക. അതുപോലെ തന്നെ സാധനങ്ങൾ, മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും കമ്മലാണെങ്കിലും മാലയാണെങ്കിലും അതൊക്കെ നേരത്തെ എടുത്തു വെക്കുക. എന്നിട്ട് പിന്നെ രാവിലെ നമുക്ക് എല്ലാം കൂടെ പരത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാവിലെ അതൊക്കെ ഒന്ന് എടുത്തിട്ടാൽ മാത്രം മതിയാവും. പിന്നുള്ളൊരു കാര്യമാണ് പെർഫ്യൂം. ഇപ്പം നന്നായിട്ട് വേർക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പെർഫ്യൂം അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പക്ഷേ പെർഫ്യൂം അടിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ലൈറ്റ് മണം, എന്താ പറയുക, ചില പെർഫ്യൂം ഉണ്ടാവും കുത്തുന്ന ഒരു മണം. അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുക. അതുകൊണ്ട് നല്ല ഒരു ലൈറ്റായിട്ട് ഒരു ഇഷ്ടപ്പെടുന്ന മണം ഉണ്ടാവും എല്ലാവർക്കും. അങ്ങനത്തെ പെർഫ്യൂമാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതടിച്ച് പോയിക്കോളും, കുഴപ്പമില്ല. അല്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ തലവേദനയൊക്കെ വരുന്ന രീതിയിലുള്ള പെർഫ്യൂം ഒന്നും വാങ്ങിയിട്ട് അടിക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറി വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ വലിയ ജീൻസും ടോപ്പൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ എന്താ പറയുക, വലിയ കല്ലൊക്കെ വെച്ചിട്ടുള്ള കമ്മലുകൾ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടുള്ള മാല അങ്ങനത്തെ ഒന്നും ഇടാൻ പാടില്ല. ജീൻസൊക്കെ ഇടുന്ന സമയത്ത് അത്യാവശ്യം ലൈറ്റായിട്ടുള്ള എന്താ പറയുക ജ്വല്ലറി ഒക്കെ സെലക്ട് ചെയ്യുക. ഇപ്പം വലിയ കമ്മലാണെങ്കിൽ മാല ഒഴിവാക്കുക, അല്ലെങ്കിൽ വലിയ വള എടുക്കുക. അങ്ങനെ ഏതെങ്കിലും ഒന്നായിട്ട് ചെയ്യുക. അല്ലാണ്ട് എല്ലാം ഹെവി ആയി കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇപ്പോൾ വല്ല ലെഹങ്കയോ ഇനിയിപ്പം ചുരിദാറാണെങ്കിലും അത്രയ്ക്കും ജ്വല്ലറിയുടെ ആവശ്യമില്ല. പക്ഷേ സാരിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വലിയ നെക്ലേസും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഭംഗി ഉണ്ടാകും. എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ്, അതായത് ജ്വല്ലറി വേണം എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യണത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് മേക്കപ്പ് ചെയ്ത് നോക്കുക. അന്ന് എന്തായാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാനല്ല പറയുന്നത്. ഒരു ജസ്റ്റ് നമ്മൾ കണ്ണും പുരിയും ഒക്കെ എഴുതുന്ന കൂട്ടത്തിൽ ലിപ്സ്റ്റിക് ഇട്ടൊക്കെ വെക്കും. അത് നമ്മുടെ മുഖത്തിന് ഭയങ്കര ഒരു മാറ്റമായിരിക്കും. ഇപ്പം എന്താ പറയുക, നമ്മളെ കളറിനെക്കാട്ടും നമുക്കൊന്ന് ഒരു ഷെയ്ഡ് കൂടുതൽ തോന്നും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ വേറൊരു മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു ചേഞ്ച് ആയിരിക്കും, നമ്മുടെ ഫേസിന് നല്ലൊരു ഭംഗിയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിലോ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു കളറുള്ള ലിപ് ബാമെങ്കിലും വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് ശരിക്കും നല്ലതാണ്. അതിനൊക്കെ പുറമേട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓരോന്നും കാട്ടിക്കൂട്ടുന്നുണ്ട് അങ്ങനെ അവർക്ക് തോന്നാൻ പാടില്ല. അപ്പോൾ അവർ നമ്മളെ ഒട്ടും ശ്രദ്ധിക്കില്ല. എന്താ പറയുക, ജസ്റ്റ് ഒരാഴ്ച ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ അയ്യേ വേണ്ട, അത് നോക്കണ്ട എന്ന് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറും. അപ്പം നമ്മൾ ആരെയും നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ മറ്റുള്ളവർ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ അവരെ കാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഒന്ന് പോയി നോക്കി നോക്കൂ. ഉറപ്പായിട്ടും നമ്മൾ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.